ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിംഗ് ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രംപിന്റെ ഓരോരോ പണികൾ ഇങ്ങനെ കൃത്യമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് US-ന്റെ അംബാസിഡർ എന്തോ പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ ഒരു ചെറിയൊരു ടോക്ക് വന്നു. ആ സമയം നിങ്ങൾ നോക്കിയറിയാം, ഏകദേശം പറഞ്ഞാൽ ഒരു 11:45 മണിയാകുമ്പോൾ ഒറ്റ അടിക്ക് നിഫ്റ്റി അവിടെ നിന്ന് തിരിച്ച് ഒരു ഒറ്റ കയറ്റം ഇറങ്ങിയതും തിരിച്ച് കയറി ഇന്നലത്തെ എൻ്റെ സെല്ലിങ് തുടങ്ങിയതിൻ്റെ ഭാഗത്ത് വന്ന് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു വൺ വേ റാലി, ഒരു വെർട്ടിക്കൽ റാലിയോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത്രയ്ക്കുള്ള വലിയ ഷോർട്ട് കവറിംഗ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. ഞാൻ ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു റിവേഴ്സൽ പ്രതീക്ഷിച്ചു. ആ ഭാഗത്തൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു കിട്ടില്ല. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ചാണ് ബെയറിഷ് റെഫറൻസ് പൊട്ടി. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയായിരുന്നു, താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് വന്നു. എക്സാക്ട്ലി പറഞ്ഞാൽ തേർഡ് ടാർഗറ്റിന്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് കൃത്യമായിട്ട് റിവേഴ്സ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു കിടിലൻ ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇന്ന് കിടിലമായിട്ട് നമുക്ക് റൂമിലുള്ള ആൾക്കാർക്കും ലൈവില് ട്രേഡ് ചെയ്തവർക്കും എൻ്റെ ഈ പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തവർക്കെല്ലാം നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു നല്ലൊരു സുന്ദര മനോഹരമായ ട്രേഡിംഗ് ഡേ ഒക്കെ ആയിരുന്നു കൃത്യമായിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ ആർക്കും വേറെ എതിരഭിപ്രായമൊന്നും ഇല്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈൽ റിവ്യൂയിലേക്ക് കടക്കാം. പൊതുവെ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസമാണ്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് IB എക്സ്റ്റൻഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പും ഒരു പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് ന്യൂട്രൽ ഡേ ആണ്. അതേ കാരണം IBക്ക് അകത്താണ് അവൻ ആക്ച്വലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ക ഒരു ബാലൻസിങ്ങിന്റെ ഒരു ഷേപ്പിലേക്കാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല 13,600 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ 550-600 ഭാഗത്ത് ഇപ്പോഴും ഒരു ബൈയിങ് മൊമെന്റം അത് പ്രതീക്ഷയുണ്ട്. ഒരു പക്ക ഒരു ന്യൂട്രൽ ഡേ ആണ്, ഒരു ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ളത്. സോ നമുക്ക് നോക്കിയാൽ ഇന്നത്തെ POC ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കാം. 13,663 POC. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഈ POC ഒന്ന് തട്ടി താഴെ കൊണ്ടുവരാം. 13,063 ആണ് മിഡ് ക്യാപ്പിന്റെ POC. അത് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 13,797 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈയുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. സോ ഞാൻ ആ ബുള്ളിഷ് മൂവ്മെന്റ് എത്രയാക്കി മാറ്റി 13,790 13,797 ആണ് എനിക്ക് ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു POC 852 എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാഴാഴ്ചത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ സെറ്റ് പോസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റാണ് 13,852 എന്ന് പറഞ്ഞ ആ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ ട്രേഡ് സെറ്റ് പോസിബിൾ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് 13,900 ഭാഗത്തേക്ക്, എത്രയാണ് 13,900 ഭാഗത്തേക്ക് പോകാം. 13,900 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് സെക്കൻഡ് ടാർഗറ്റ് ആണ്. തേർഡ് എന്ന് പറയുമ്പോൾ 13,940 ഭാഗത്തേക്ക്, ആ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈ 13,940 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇതാണ് എനിക്ക് ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ബെയറിഷ് റെഫറൻസിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. കാരണം നമുക്ക് ലെവൽസ് കുറച്ച് മാറി വന്നത് കാരണം ഒരു ലെവൽസ് ചേഞ്ചിങ് വരാം. ഞാൻ ഈ 13,576 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 13,576 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ് എടുക്കാം. ആ സെല്ലിങ് ഇന്നത്തെ ലോവർ ലെവൽ അല്ല. ഫസ്റ്റ് ടാർഗറ്റ് 13,526 ഭാഗത്തേക്ക് പോകാം. അത്രയാണ് 13,526. അവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സ് വന്നത് ആ ഭാഗമാണ്. 13,526 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 13,480, എത്രയാണ് 13,480 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് 13,430 13,440 13,440 ഭാഗത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ 576 പൊട്ടാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ റെഫറൻസ് ലെവലുകൾ ടച്ച് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ ഡേ ആണ് മിഡ് ക്യാപ്പിന്റെ പ്രൊഫൈൽ ടൈപ്പ് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി കിട്ടിയില്ല, ഒരു റിവേഴ്സൽ റാലി വന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിന് അടുപ്പിച്ച് വരെ വന്നതിന് ശേഷമാണ് ആ റിവേഴ്സ് റാലി തന്നിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല. 59,640 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 765, സെക്കൻഡ് ടാർഗറ്റ് 59,900, തേർഡ് ടാർഗറ്റ് 60,000 ഭാഗത്തേക്കുണ്ട്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്
59,039 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് പി ഒ സി ഒന്ന് മാറ്റി വരയ്ക്കണം. ബാങ്ക് നിഫ്റ്റിക്ക് 59,039 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. എന്താണ് ഈ ഒരു വാല്യൂ ഏരിയ 59,440 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. അത് നമ്മുടെ മെന്ററിംഗിന്റെ ബാച്ചിലുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാമോ, ആ ട്രേഡ് സെറ്റപ്പ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കണം, നമുക്ക് കൃത്യമായിട്ട് മെന്ററിംഗ് ബാച്ചിലുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. സോ 59,443 താഴെ നിൽക്കുകയാണെങ്കിൽ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ പോസിബിൾ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇനി ഒരു നമുക്ക് ബുള്ളിഷ് റെഫറൻസ് കറക്റ്റ് ആണ്. ഇനി എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 59,859 താഴെ 59,000 താഴെ ഞാനൊരു ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 59,000 താഴെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 58,900 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ ഒരു ലോ 58,725 58,725 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 58,610 ഭാഗത്തേക്ക് 58,610 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള റെഫറൻസ് ലെവൽ ട്രേഡിംഗ്. ബുള്ളിഷ് റെഫറൻസിന് പഴയത് ഒരു മാറ്റമില്ല. ഇന്നലത്തെ ലെവൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത്. വേരിയേഷന് മാത്രമേ ഉള്ളൂ ചെറിയൊരു ചേഞ്ചസ് എനിക്ക് വരുത്താനുള്ളത്. ആ ചേഞ്ചസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 59 താഴെ. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിക്ക് പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. അതായത് രണ്ട് സൈഡ് ഒരു ബ്രേക്ക് തന്നിട്ട് ഹെവി ആയിട്ട് വോളിയത്തോടു കൂടി തിരിച്ച് റിവേഴ്സ് ആയതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത്. ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. പി ഒ സി വന്നിരിക്കുന്നത് 25,586 ഭാഗത്താണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാറ്റി താഴേക്ക് കൊണ്ടുവരാം. 25,586 ഭാഗത്തേക്ക് പി ഒ സി വന്നിട്ടുണ്ട്. ബുള്ളിഷ് റെഫറൻസിന് ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. 25,825 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 25,845 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? ഈ 25,900 ഭാഗത്തേക്ക്. എത്രയാണ്? 25,890 ഭാഗത്തേക്ക് ഫസ്റ്റ് പോവാം. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് ഈ പി ഒ സി 25,932 എത്രയാണ്? 25,932 25,932 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,985 25,985 ഭാഗത്തേക്ക് വരും. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്വേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി ഡൗൺവേർഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ 25,500 താഴെ മാത്രമേ ഞാൻ ഇനി ഫ്രഷ് സെൽ എടുക്കുന്നുള്ളൂ. എത്രയാണ്? 25,500 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് 25,450 ഭാഗത്തേക്ക് 25,455 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പഴയ റെഫറൻസ് ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,410 25,410 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,365. ഇതാണ് നമ്മുടെ പഴയ റെഫറൻസ് ലെവലുകൾ. ഈ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 25,800 അല്ലെങ്കിൽ 25,770 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ പോസിബിൾ ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,400 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മീൻ റിവേർഷൻ പോസിബിൾ ആണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,600 ഭാഗത്തൊക്കെ തന്നെ പി ഒ സി വന്നിരിക്കുന്നത്. അപ്പൊ പി ഒ സി അടുപ്പിച്ചേക്കാൻ മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്പൺ ഓപ്ഷൻ ആണ്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. മിഡ് ക്യാപ്പിന് ന്യൂട്രൽ ഡേ ആണ്. സോ വേറെ അറിയിപ്പുണ്ട്. ഞാനിപ്പോൾ 5 പൈസയുമായി ചെറിയൊരു ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എന്റെ അപ്പം നിങ്ങൾ 5 പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ചിലർ പറയാം റഫറൽ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് 5 പൈസ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്യൂച്ചേഴ്സിന്റെ റെഫറൻസ് ലെവലും അതിന്റെ കൂടെയുള്ള നമ്മുടെ മെന്ററിംഗ് ബാച്ചിന് കൊടുക്കുന്ന ട്രേഡ് പ്ലാൻ റിപ്പോർട്ടും സജഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. പകരം ട്രേഡ് പ്ലാൻ റിപ്പോർട്ടും ഫ്രീ ആയിട്ട് ഫ്യൂച്ചേഴ്സിന്റെ റെഫറൻസ് ലെവൽ നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ട്രേഡ് പ്ലാൻ റിപ്പോർട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് പ്ലാനിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. ഏതിന് താഴെ നിങ്ങൾ വരുമ്പോൾ പുട്ട് എടുക്കണം, ഏത് താഴെ വരുമ്പോൾ നിങ്ങൾ കോൾ എടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ ട്രേഡ് പ്ലാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സോ അതും കൂടെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾക്ക് തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ.